അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം BJP ഏതായാലും അയോധ്യ വിടാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഈ മാസം 25 മുതൽ മാർച്ച് 25 വരെ ദിവസവും 50,000 പേരെ അയോധ്യയിൽ എത്തിക്കാനുള്ളൊരു വമ്പൻ പ്രൊജക്റ്റാണ് BJP തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും, അതായത് രാജ്യത്തുള്ള ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരു ദിവസം 1000 പേരെ വെച്ച് ഇവിടെ എത്തിക്കുക. അതായത് അയോധ്യയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ, അയോധ്യയിൽ പോയി ശ്രീരാമചന്ദ്രനെ വണങ്ങാൻ താല്പര്യമുള്ളവർക്ക് BJP വഴിയൊരുക്കും. 1000 പേരെ ഒരു മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുപോകും. 50,000 പേര് രാജ്യത്ത് നിന്ന് ഒരു ദിവസം അയോധ്യയിലെത്തും. ഇവർക്കുള്ള താമസവും ഭക്ഷണവും ഒരുക്കാനായിട്ട് BJPയുടെ UP ഘടകത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരായിരിക്കും ഇവിടുന്ന് യാത്ര ചെയ്ത് എത്തുന്നവരുടെ ഭക്ഷണവും താമസ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. ഏതായാലും വലിയൊരു നീക്കം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ജനുവരി 25 മുതൽ മാർച്ച് 25 വരെ നീളുന്നൊരു പ്രക്രിയ. ഈ കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് പോലും വലിയ രീതിയിൽ തന്നെ അയോധ്യയിലേക്ക് ആളൊഴുകും. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ട മറ്റൊരു വാർത്ത കൂടി ഇന്ന് രാവിലെ ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അയോധ്യയിൽ ഇന്ന് എല്ലാവർക്കുമായി ക്ഷേത്രം തുറന്നു കൊടുത്തപ്പോൾ പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ്, അല്ലെങ്കിൽ ഭക്തജനപ്രവാഹമാണ് അയോധ്യയിൽ എന്നുകൂടി ഈ അവസരത്തിൽ പ്രേക്ഷകരുമായി വിവരം പങ്കുവെക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.